ഹലോ, നിങ്ങൾ കണ്ടില്ലേ ചില ആളുകൾക്ക് പീരീഡ്സിന്റെ പെയിന് ഭയങ്കര പെയിനാ, സഹിക്കാൻ പറ്റില്ല. മീൻസ് അങ്ങനെ പറയാൻ കാരണം ഞാനും സഹിച്ച ആളാണ്. ഭയങ്കര ഒരു 7 ഡേയ്സോളം പെയിൻ സഹിക്കുന്നവരുണ്ട്, അതിനുശേഷം പെയിൻ സഹിക്കുന്നവരുണ്ട്. പക്ഷെ എന്നാൽ ചില ആളുകൾക്ക് ഒരു പെയിനും ഉണ്ടാവില്ല, അവർ ഹാപ്പി ആയിട്ട് അങ്ങനെ നടക്കുന്നത് കാണാം. ശരിക്കും നമ്മളൊക്കെ ഒരു ഡ്രീം അല്ലേ ഈ പീരീഡ്സിന്റെ പെയിന് ഇല്ലാണ്ടാവുക എന്നുള്ളത്. ഇങ്ങനെ പീരീഡ്സിന്റെ പെയിന് ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്ക്. നിങ്ങൾക്കുള്ള സൊല്യൂഷന് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പീരീഡ്സിന്റെ പെയിൻ സഹിക്കുന്ന കസിൻസോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം എനിക്കിത് മാറിയതിന് ശേഷം എൻ്റെ ഒരു പേഴ്സണലി ഞാൻ എന്ത് ചെയ്തു എന്നാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഞാൻ പെയിൻ സഹിച്ചങ്ങ് കിടക്കുന്ന ആളായിരുന്നു. 2-3 ടാബ്ലറ്റ്സ് ഒക്കെ ഞാൻ ആ പീരീഡ്സിൻ്റെ സമയത്ത് കഴിക്കാറുണ്ട്. അങ്ങനെ എന്നെ അറിയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് തന്നെ പറഞ്ഞു ഇതൊരിക്കലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാലങ്ങളെടുത്തിട്ട് ഞാൻ ഫോളോ ചെയ്ത് വന്ന അല്ലെങ്കിൽ എൻ്റെ ഡയറ്റിൽ മാറ്റം വരുത്തിയ ഒരു റുട്ടീനാണ് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡിലും നമ്മളെ ബോഡിയിൽ ഇഷ്ടം പോലെ ബയോളജിക്കൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? നമ്മളെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ ലങ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ ഡൈജഷൻ നടക്കുന്നുണ്ട്, നമ്മളെ ലിവർ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ പണികളല്ലേ നമ്മൾ ഈ ഇന്റേണൽ ഓർഗൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ വല്ല പെയിനും അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾ അറിയിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പീരീഡ്സിന്റെ പെയിൻ എന്നുള്ളതും ഒരു അബ്നോർമാലിറ്റി തന്നെ അല്ലേ? നിങ്ങളുടെ ശരീരത്തിലുള്ള ബാക്കി എല്ലാ ബയോളജിക്കൽ പ്രോസസ്സും പെയിൻ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പീരീഡ്സിന്റെ സമയത്ത് മാത്രമാണ് പെയിൻ വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കുള്ള പീരീഡ്സ് എന്നുള്ള ആ പ്രോസസ്സ് അബ്നോർമൽ ആയിട്ട് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അബ്നോർമാലിറ്റി ഒക്കെ മാറി നോർമലായിട്ട്, അതായത് പെയിൻ ഫ്രീ ആയിട്ട് നിങ്ങളെ പീരീഡ്സ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്താൽ സാധിക്കും. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ, എനിക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. മെൻസ്ട്രേഷൻ്റെ ടൈമിൽ എങ്ങനെ പെയിൻ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള സൊല്യൂഷൻ പറഞ്ഞു തരുന്നതിൻ്റെ മുന്നേ എന്തുകൊണ്ടാണ് കുറച്ച് ആളുകൾക്ക് മെൻസ്ട്രേഷൻ പെയിനും കുറച്ച് ആളുകൾക്ക് മെൻസ്ട്രേഷൻ പെയിൻ ഇല്ലാതാവുന്നതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പീരീഡ്സിൻ്റെ മുൻപും പീരീഡ്സിൻ്റെ സമയത്തും നമ്മളെ യൂട്രസ് തന്നെ സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഉണ്ട്. അതിൻ്റെ പേരാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഇത് സാധാരണ ഹോർമോൺസിനൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് പെയിൻ ഉണ്ടാവുന്നത്. നോർമലി ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് പറഞ്ഞാൽ നമുക്ക് പീരീഡ്സിൻ്റെ പ്രോസസ്സ് സ്വാഭാവികമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ഒരു കെമിക്കൽ തന്നെയാണ്. പക്ഷേ ഇത് ഉയർന്ന അളവിൽ നമ്മളെ യൂട്രസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ പീരീഡ്സ് എന്നുള്ളത് നമുക്കൊരു ഇഷ്യൂ ആയി മാറുന്നത്. ഇങ്ങനെ ഉയർന്ന അളവിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ പ്രൊഡക്ഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്രസിന്റെ കോൺട്രാക്ഷൻസ് അങ്ങ് കൂടും. ഇങ്ങനെ കൂടുന്ന സമയത്ത് നമ്മളെ യൂട്രസിലേക്കുള്ള മസിൽസ് ഇല്ലേ, ഈ മസിൽസിന്റെ ബ്ലഡ് സപ്ലൈയിൽ നല്ല രീതിയിൽ അങ്ങ് കുറവ് വരും. ഇങ്ങനെ കുറവ് വരുമ്പോഴാണ് നമുക്ക് ഈ പെയിൻ അനുഭവപ്പെടുന്നത്. ഇങ്ങനെ കോൺട്രാക്ഷൻസ് അങ്ങ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ യൂട്രൈൻ മസിൽസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ പറ്റങ്ങോട്ട് കുറയും. ഈ അവസ്ഥയാണ് ഇഷ്കീമിയ എന്നുള്ള കണ്ടീഷൻ. നമ്മളെ ഹാർട്ട് നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പെയിനും വരാറില്ലല്ലോ. എന്നാൽ നമ്മൾ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിന് പെയിൻ വരാറില്ലേ? ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു തരാറില്ലേ ഇഷ്കീമിക് ഹാർട്ട് ഡിസീസ് എന്നുള്ളത്? ഇതേ മെക്കാനിസം തന്നെയാണ് യൂട്രൈൻ മസിൽസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പെയിൻ വരാനുള്ള കാരണം. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നമുക്ക് പെയിൻ വരാനുള്ള കാരണം എന്നുള്ളത്? അതെ, ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ തന്നെയാണ് മെൻസ്ട്രേഷൻ സമയത്ത് നമുക്ക് പെയിൻ വരുത്തുന്ന ഒരു കെമിക്കൽ. ഇനി ഞാൻ പറയാൻ പോകുന്ന ടിപ്സും ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ്. അതായത് നിങ്ങൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ നോർമൽ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയിൻലെസ് ആയിട്ടുള്ള പെയിൻ ഫ്രീ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ എന്നുള്ള അവസ്ഥ നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റും. സോ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടിപ്പാണ്. അതായത് മെൻസ്ട്രേഷൻ സമയത്ത് നമ്മളെ ബോഡിക്ക് കൊടുക്കുന്ന ഫിസിക്കൽ റെസ്റ്റ്. എല്ലാ റിലീജിയൻസിലും എല്ലാ കൾച്ചേഴ്സിലും പീരീഡ്സിൻ്റെ സമയത്ത് വുമൻസ് റെസ്റ്റ് എടുക്കണം എന്നുള്ള ഒരു രീതിയല്ലേ, അല്ലെങ്കിൽ ഒരു റൂളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം റിലീജിയനിലാണെന്നുണ്ടെങ്കിൽ മെൻസ്ട്രേഷൻ സമയത്ത് വുമൻസിനെ കാണുന്നത് നജസ്, അതായത് ശുദ്ധിയില്ലാത്തൊരവസ്ഥ എന്നാണ്. അതായത് ഈ ശുദ്ധിയില്ലാത്ത അവസ്ഥയിൽ നമ്മൾ നമസ്കരിക്കാൻ പാടില്ല, നോമ്പെടുക്കാൻ പാടില്ല, ഖുറാൻ ടച്ച് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. അതായത് പീരീഡ്സിൻ്റെ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പോലും വുമൻസ് ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇങ്ങനൊരു അശുദ്ധി അല്ലെങ്കിൽ നജസ് എന്നുള്ള അവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതന്നെയാണ്
ഹൈന്ദവാചാര പ്രകാരവും നമ്മളെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ അയിത്തം എന്നുള്ളൊരവസ്ഥ? അതായത് പീരീഡ്സിൻ്റെ സമയത്ത് വുമൺസിന് ഒരു സെപ്പറേറ്റ് റൂമിൽ റെസ്റ്റ് എടുക്കണം. അതുപോലെ തന്നെ ആ സമയത്ത് കുക്ക് ചെയ്യാൻ പാടില്ല, അമ്പലത്തിൽ പോകാൻ പാടില്ല, അതുപോലെ ഈ വിശിഷ്ടമായ ഗ്രന്ഥങ്ങൾ ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ ആ സമയത്തും പറയുന്നത് എന്താ വെച്ചാൽ അശുദ്ധിയുള്ള അവസ്ഥ തന്നെയാണ്. ഈ അശുദ്ധി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം തന്നെയാണ്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ എല്ലാ റിലീജിയൻസിലും ട്രൈബൽ കൾച്ചേഴ്സിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിനോട് ഉദ്ദേശിക്കുന്നത് മെൻസ്ട്രേഷൻ സമയത്ത് നമ്മൾ വുമൻസിന് റെസ്റ്റ് കിട്ടാന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇവർ റിലീജിയൻസിലാണെങ്കിലും കൾച്ചേഴ്സിലാണെങ്കിലും ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അശുദ്ധി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അശുദ്ധി എന്നുള്ള അവസ്ഥ, ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മളടുത്ത് പ്രസന്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും നമ്മളെ വുമൻസിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടുള്ളതാ, അല്ലാതെ നമ്മൾ അടിച്ചമർത്താനോ അല്ലെങ്കിൽ ഇമോഷണലി ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. ഇത് പറഞ്ഞപ്പോഴാട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്ന്. എൻ്റെ ബാബ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്, മതങ്ങൾ മനുഷ്യന് വേണ്ടി ഉണ്ടായതാണ്, അല്ലാതെ മനുഷ്യനൊരിക്കലും മതങ്ങൾക്ക് വേണ്ടിയുള്ളതാവരുത്. സോ നമ്മൾ മനുഷ്യന്മാരൊരിക്കലും മതവാദികളാവാൻ പാടില്ല. നമ്മൾ ഏത് റിലീജിയനിലും നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കണം. അതിനി ഒരു കുട്ടിയാണ് നമുക്ക് നന്മ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കേണ്ട വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മതങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ, വുമൻസിൻ്റെ മെൻസ്ട്രേഷൻ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംതിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണാൻ പറ്റും. മതനിയമങ്ങൾ പ്രകാരം മെൻസ്ട്രേഷൻ സമയത്ത് നമ്മൾ വുമൻസിനെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് റെസ്റ്റ് അല്ലേ കിട്ടുന്നത്? ഭക്ഷണം ഉണ്ടാക്കണ്ട, പ്രെയർ ചെയ്യണ്ട, മറ്റുള്ള ആളുകൾ നമ്മൾ കെയർ ചെയ്യും. അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ടതാണല്ലോ പ്രെയർ, നോമ്പ്, ഇങ്ങനത്തെ ഒക്കെ. അതിന് ശേഷമാണല്ലോ നമ്മൾ വീട് വൃത്തിയാക്കുക, ഭക്ഷണം പാചകം ചെയ്യുക, അതൊക്കെ വരുന്നുള്ളൂ. ഇതുപോലും നമുക്ക് ചെയ്യാൻ ഒരു ബാധ്യതയും തരാതെ നമ്മളെ ഫ്രീ ആക്കല്ലേ ചെയ്യുന്നത്. നമുക്കൊരു പ്രത്യേക സ്പേസ് തരുന്നുണ്ട്, നമുക്ക് റെസ്റ്റ് എടുക്കാൻ ടൈം തരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് തന്നിട്ട് നമ്മളെ ശാന്തമാക്കാനല്ലേ ഈ റിലീജിയൻസ് ഒക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് വുമൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താ അറിയാം നിങ്ങൾക്ക്? ഈ സമയത്താണ് വുമൻസ് വീടൊക്കെ ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങുക. അതായത് മറൽ വൃത്തിയാക്കുക, ജനൽ തുടക്കുക, ഡോർസൊക്കെ ക്ലീൻ ചെയ്യുക, മുറ്റടിക്കുക. അതായത് നിന്നിട്ടും കുനിഞ്ഞിട്ടും ഉള്ള എല്ലാ പണികളും ഈ സമയത്ത് അങ്ങ് തീർക്കും. ഒരു വർഷത്തേക്കുള്ള പണി അങ്ങ് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു പ്രോഗ്രാമിലാണ് വുമൻസ് ഇറങ്ങുന്നത്. ഇവിടെ തുടങ്ങുന്നുണ്ട് വുമൻസിൻ്റെ ഇഷ്യൂസ്. ഇന്നത്തെ സാനിറ്ററി പാഡ്സിൻ്റെയും മെൻസ്ട്രൽ കപ്പിൻ്റെയും ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് മരം കയറാം, മല കയറാം, അതുപോലെ തന്നെ സ്വിമ്മിങ് വരെ ചെയ്യാന്നുള്ള രീതിയിലല്ലേ നമുക്ക് മെസ്സേജ് തരുന്നത്. സാനിറ്ററി പാഡ്സ് ആണെങ്കിലും മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും ഉപയോഗിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതെല്ലാം നമ്മളെ പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മളെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കാനുള്ള പ്രൊഡക്ട്സുകളാണ്. അപ്പം നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കണം. ഇതൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൽ കാണുന്ന പോലെ നമ്മൾ മല കയറാനോ അല്ലെങ്കിൽ ഭാരപ്പെട്ട പണികൾ എടുക്കാനോ ഒന്നും പീരീഡ്സിൻ്റെ ടൈമിൽ പാടില്ല. നമ്മൾ കഴിയുന്നതും നമ്മളെ റെസ്റ്റിലേക്ക് ഇത് കുറച്ചും കൂടി ഈസി ആക്കാനുള്ള ടൂൾസ് ആയിട്ടേ ഇതിനൊക്കെ കാണാൻ പാടുള്ളൂ. മെൻസ്ട്രേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബ്ലീഡിങ് മാത്രമല്ല. ഈ മെൻസ്ട്രേഷൻ സമയത്ത് നമ്മളെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്നുണ്ട്, യൂട്രസിൻ്റെ മസിൽസ് ഒക്കെ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, അയണും അതുപോലെ തന്നെ മറ്റുള്ള മിനറൽസിൻ്റെ ലോസ് സംഭവിക്കുന്നുണ്ട്, നമ്മളെ നെർവ് സിസ്റ്റം ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട്, അതുപോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നുണ്ട്, റിപ്പയർ മെക്കാനിസം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, യൂട്രൈൻ മസിൽസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ പ്രോപ്പറായിട്ട് നടക്കണം. ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള എനർജി നമ്മൾ മെൻസ്ട്രേഷൻ സമയത്ത് നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളെ ബോഡിക്ക് റെസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് ഹൈ ആയിട്ട് അങ്ങ് കൂടും. ഈ ഒരു കാരണം തന്നെയാണ് നമ്മുടെ ശരീരം നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ള രോഗങ്ങളിലേക്കും വഴിതെറ്റി പോകുന്നത്. ഇനി നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളെ പീരീഡ്സിൻ്റെ പെയിന് കാരണമായിട്ടുള്ള പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ പ്രൊഡക്ഷൻ ഹൈ ലെവലാവുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ ഹൈ ലെവലിൽ നിന്ന് ബാലൻസ് ചെയ്ത് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ ഫുഡ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ എന്തായാലും ഫോളോ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന മൈക്രോ ന്യൂട്രിയൻസ് നമ്മളെ ഡയറ്റിൽ നമ്മൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തും വേണം കേട്ടോ. ഒമേഗ 3 നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ പ്രൊഡക്ഷൻ കുറക്കും. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളെ പീരിയഡ്സിൻ്റെ പെയിനും കുറയും. ഇതുപോലെ മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള സ്പിനാച്ച്, ക്യാരറ്റ്, എള്ള്, ഡേറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റ്,
പംകിൻ സീഡ്, ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നെങ്കിൽ നമ്മളെ യൂട്രൈൻ മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ നമ്മളെ നെർവ് സിസ്റ്റത്തിനെ കാമാക്കി കൊണ്ടുവരും ചെയ്യും. നമ്മൾ നമ്മളെ ഡയറ്റിൽ അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണം ധാരാളം ഉൾപ്പെടുത്തണം. കാരണം മന്ത്ലി നമുക്ക് ബ്ലീഡിങ് വരുന്നതല്ലേ. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അനീമിയ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മൾ അയൺ കണ്ടന്റ് ഉള്ള പൊമഗ്രനറ്റ് ഒക്കെ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വാട്ടർ ചേർക്കാതെ അത് പ്യോർ ജ്യൂസ് ആയിട്ട് കഴിക്കുക. സ്പിനച്ചിനെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇതിലും ഡേറ്റ്സും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമ്മൾ ബോഡിയിലുള്ള അയൺ കണ്ടന്റ് പ്രോപ്പറായിട്ട് നോർമൽ ആണോ എന്ന് നമുക്ക് അറിയണമല്ലോ. ഇങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലാബിൽ പോയിട്ട് ഹിമോഗ്ലോബിൻ നോക്കുന്നത് നല്ലതാട്ടോ നമുക്ക്. അതുപോലെ വൈറ്റമിൻ B1 അടങ്ങിയിട്ടുള്ള തവിടുള്ള ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സ്പിനാച്ച്, എള്ള്, ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഈ വൈറ്റമിൻ B1 ന്യൂറോ മസ്കുലർ ഫങ്ഷനെ ഇംപ്രൂവ് ചെയ്യും. അതായത് നമുക്ക് മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന നമ്മളെ യൂട്രസിൻ്റെ ക്രാംസ് നല്ല രീതിയിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കും. ഈ ഇൻറ്റൻസിറ്റി കുറയുന്നതുകൊണ്ട് തന്നെ പെയിനും കുറയും. ഇനി അടുത്ത മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് സിങ്ക്. പംകിൻ സീഡ്, എള്ള്, ഇതൊക്കെ നല്ലോണം നമുക്ക് കഴിക്കാം. ഈ എള്ളിനെ കുറിച്ചിട്ട് ഞാൻ കുറേ നേരമായല്ലോ പറയുന്നത്. ഏത് കണ്ടന്റിലും എള്ള് പറയുന്നുണ്ട്. ഈ എള്ളിനെ കുറിച്ച് എനിക്കൊരു സ്റ്റോറി ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഒരു ദിവസം ഭയങ്കര പെയിനാണ്. മീൻസ് ഒരു ദിവസം എന്നല്ല, ഞാൻ കുറേ ഇയേഴ്സ് ആയിട്ട് ഞാൻ മെഫ്റ്റാൾ കഴിച്ചിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ മെഫ്റ്റാൾ കഴിക്കാൻ ഇനി പാടില്ല എന്ന് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞ സമയത്ത് ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. കാരണം അവരെനിക്ക് എഴുത്തിരില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് കുറേ എള്ളിൻ്റെ ക്യാൻഡീസ് ഉണ്ടായിരുന്നു. എള്ള് മിഠായില്ലേ, ഇത് കുറേ കഴിച്ചു. മീൻസ് അറിഞ്ഞുകൊണ്ട് കഴിച്ചോന്നല്ല, അറിയാതെ കഴിച്ചു. അങ്ങനെ കഴിച്ച് ഇഷ്ടമുള്ളൊരു ക്യാൻഡി കൊണ്ട് തന്നെ സ്ഥിരം അതൊരു അഡിക്ഷൻ പോലെയും മാറി. അങ്ങനെ നെക്സ്റ്റ് പീരീഡ്സിൻ്റെ സമയത്ത് ഞാൻ അറിഞ്ഞതേ ഇല്ല. പക്ഷെ എന്താണ് കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പക്ഷെ നമ്മൾ പിന്നെ നെക്സ്റ്റ് വീണ്ടും അറിയാതെ ഇത് റിപ്പീറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ വേറൊരു മന്ത് വന്നപ്പോൾ ഞാൻ ഈ എള്ളങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അത് മടുക്കി അങ്ങനെ എന്തോ ആയി, അങ്ങനെ സ്വാഭാവികമായിട്ട് സ്റ്റോപ്പായി. അങ്ങനെ സ്റ്റോപ്പായപ്പോൾ പിറ്റത്തെ പീരീഡ്സ് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് എള്ളിൻ്റെ ക്യാൻഡീസ് വീണ്ടും കഴിക്കാൻ തുടങ്ങി. എനിക്ക് വാങ്ങി തന്നു തുടങ്ങി. അങ്ങനെ വാങ്ങി തന്നപ്പോൾ എള്ള്, ഡേറ്റ്സ് ഇത് കുറേ കഴിച്ചു. കുറേ എന്ന് പറഞ്ഞാൽ നല്ലോണം കഴിച്ചു. ദെൻ നെക്സ്റ്റ് മന്തിൽ ഞാൻ പീരീഡ്സിൻ്റെ പെയിൻ അറിഞ്ഞതേ ഇല്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആട്ടോ എള്ള്. ഇനി പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ അളവ് പാകത്തിനാക്കാൻ, അതായത് അമിതായാലാണല്ലോ നമുക്ക് പെയിൻ വരുന്നത്. ഇതിന് നമ്മൾ മൂന്നാമതായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് ഹെർബൽ ടീസ്. ഞാൻ നിങ്ങൾക്ക് ഇനി 4 ഹെർബൽ ടീസ് പറഞ്ഞുതരാം. ജിഞ്ചർ ടീ ഉണ്ട്, സിനമൺ ടീ ഉണ്ട്, ടേർമറിക് ടീ ഉണ്ട്, ഹിബിസ്കസ് ടീ ഉണ്ട്. ഇത് 4ഉം അടിപൊളി സാധനം കേട്ടോ നമ്മളെ മെൻസ്ട്രേഷൻ്റെ പെയിനെ ഇല്ലാതാക്കാൻ. ഇനി ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഹിബിസ്കസ് എന്ന് പറഞ്ഞല്ലോ, ഹിബിസ്കസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ റെഡ് കളറിലുള്ള സാധാരണ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന 5 ഇതളുള്ള ഹിബിസ്കസിലെ ചെമ്പരത്തി, ഇതാണ് കേട്ടോ. ഇത് നല്ല റിസൾട്ട് ആട്ടോ നമ്മളെ പീരീഡ്സിന്റെ പെയിനൊക്കെ ഇല്ലാതാക്കാൻ. പ്രോസ്റ്റാഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈമിൽ ഉണ്ടാകുന്ന പെയിനും കുറയും. ഇനി മെൻസ്ട്രേഷന്റെ പെയിൻ കുറയാനുള്ള 4ാമത്തെ ടിപ്പാണ് വെയിൽ കൊള്ളുക എന്നുള്ളത്. ഇളം വെയിലാണേ, ഉച്ചക്കുള്ള വെയിലൊന്നും പോയി കൊണ്ടിട്ട് നിങ്ങളെ സ്കിന്ന് ഡാമേജ് ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് കംപ്ലൈൻറ്റ് പറയരുത്. ഇനി നിങ്ങൾക്ക് വെയിൽ കൊള്ളാനൊന്നും കഴിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വൈറ്റമിൻ D3യുടെ ടാബ്ലറ്റ് എടുക്കാവുന്നതും ആട്ടോ. കാരണം ഈ വൈറ്റമിൻ D3 നമ്മളെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷന് പ്രോപ്പറായിട്ട് ആവണമെന്നില്ല, ഹൈ ആവാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഹൈ ആകുമ്പോൾ നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ ഇത് ബാലൻസ് ആയി കഴിഞ്ഞാലും നമുക്ക് പെയിൻ ഇല്ലാതാവും. പിന്നെ ഈ വെയിൽ കൊള്ളുക എന്നുള്ളത് മെൻസ്ട്രേഷൻ്റെ ഡേയിൽ പോയിട്ട് കൊള്ളേണ്ടതല്ല കേട്ടോ. ഈ മെൻസ്ട്രേഷൻ്റെ മുൻപ് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വെയിൽ കൊള്ളാം. മെൻസ്ട്രേഷൻ്റെ ഡേയിൽ നമ്മൾ പ്രോപ്പറായിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കുറേ ഡയറ്റ്സ് ഉണ്ടല്ലോ. അപ്പം ഡേറ്റ്സ് ആണെങ്കിലും എള്ളാണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾ പ്യോർ ജ്യൂസൊക്കെ ആക്കി കഴിച്ചാൽ മതി. ക്യാരറ്റ് കേട്ടോ. പിന്നെ ഡേറ്റ്സ് നിങ്ങൾ കോക്കനട്ട് മിൽക്കിലൊക്കെ ജ്യൂസാക്കി നിങ്ങൾക്ക് കുടിക്കുകയാണെങ്കിൽ നല്ലതാട്ടോ ഡെയിലി. ഇതൊക്കെ പീരീഡ്സിൻ്റെ മുൻപാട്ടോ ചെയ്യേണ്ടത്. ജസ്റ്റ് ആ പെയിൻ തുടങ്ങിയ അപ്പം ചെയ്തിട്ട് പ്രത്യേകിച്ച് റിസൾട്ട് കിട്ടില്ല. അതായത് നിങ്ങൾ പീരീഡ്സിൻ്റെ ഡേറ്റിൻ്റെ ഒരു 14 ദിവസം മുൻപെങ്കിലും നിങ്ങൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് വരണേ. ഇനി നിങ്ങളെ മെൻസ്ട്രേഷൻ്റെ പെയിന് കുറയ്ക്കാനുള്ള 5ാമത്തെ ടിപ്പാണ് ബ്രീത്തിങ് എക്സസൈസ്. ഈ ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കൂടി കിട്ടും. ഇങ്ങനെ സെല്ലുലാർ ഓക്സിജനേഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ യൂട്രൈൻ മസിൽസിൻ്റെ ഫങ്ഷനൊക്കെ നല്ല സ്മൂത്തായിട്ട് അങ്ങ് നടക്കും. ഇങ്ങനെ യൂട്രൈൻ മസിൽസിൻ്റെ ഫങ്ഷൻ സ്മൂത്തായിട്ട് നടന്നു കഴിഞ്ഞാൽ സർക്കുലേഷനൊക്കെ പ്രോപ്പർ ആയല്ലോ, സ്വാഭാവികമായിട്ട് നമ്മളെ പെയിനും കുറയും.
ഇനി മെൻസ്ട്രൽ പെയിൻ കുറയാനുള്ള 6ാമത്തെ ടിപ്പാണ് നിങ്ങളെ സ്ലീപ്പ് പ്രോപ്പർ ആവുക എന്നുള്ളത്. നിങ്ങളെ സ്ലീപ്പ് പ്രോപ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും അളവ് നല്ല രീതിയിൽ ബാലൻസിൽ നമ്മളെ ബോഡി നിലനിർത്തും. ഹോർമോൺസിന്റെ ബാലൻസ് ആണല്ലോ നമുക്ക് വേണ്ടത് അല്ലേ? പഠനങ്ങൾ പറയുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മെൻസ്ട്രേഷന്റെ പെയിൻ കൂടാൻ ചാൻസ് ഉണ്ട് എന്നാ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 7 to 8 hours എങ്കിലും ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി മെൻസ്ട്രേഷന്റെ പെയിന് ഇല്ലാണ്ടാവാന് നമ്മൾ 7ാമതായി ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അൺഹെൽത്തി ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടുള്ള സ്നാക്സുകളൊന്നും കഴിക്കരുത്. അതുപോലെ തന്നെ അൺഹെൽത്തി പിക്കിൾസ് കഴിക്കരുത്, സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കരുത്. അൺഹെൽത്തി ഫുഡ്സ് ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് നല്ല രീതിയിൽ പെയിൻ കൂടും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഹെൽത്തി ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. പ്രത്യേകിച്ച് അൺഹെൽത്തി പിക്കിൾസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം, നിങ്ങൾ എത്ര നല്ല ഫുഡ് കഴിച്ചാലും ഇതിൻ്റെ കൂടെ നിങ്ങൾ അൺഹെൽത്തി പിക്കിൾസ് കൂടുതൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം പെയിൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്നുള്ളത് നിങ്ങളുടെ മെഡിസിൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പീരീഡ്സിന്റെ സമയത്തും നല്ല ഫുഡ് ഫോളോ ചെയ്യണം, അതല്ല അല്ലാത്ത സമയത്തും നിങ്ങൾ നല്ല ഹെൽത്തി ഫുഡ് ഫോളോ ചെയ്യണം. ഇനി മെൻസ്ട്രേഷന്റെ സമയത്ത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാസ്റ്റർ ഓയിൽ പാക്ക്. ഈ കാസ്റ്റർ ഓയിൽ പാക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കാസ്റ്റർ ഓയിൽ നമ്മൾ അടിവയറിന്റെ ഭാഗത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഹോട്ട് വാട്ടർ ബാഗ് ഇല്ലേ, അത് പതിയെ അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ യൂട്രൈൻ മസിൽസ് നല്ല രീതിയിൽ റിലാക്സ് ആവും. ഇങ്ങനെ റിലാക്സ് ആകുമ്പോൾ അവിടത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുമ്പോൾ നമ്മളെ പെയിനും സ്വാഭാവികമായിട്ട് കുറയും. ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള 8 ടിപ്സും നിങ്ങളൊന്ന് നിങ്ങളെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. എന്താണെങ്കിലും ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കില്ല. നിങ്ങളെ റിസൾട്ട് എന്തായാലും നിങ്ങൾ ചെയ്തതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാം നാച്ചുറൽ അല്ലേ, ട്രൈ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു സൈഡ് എഫക്ട്സും ഇല്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. പീരീഡ്സിന്റെ പെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളെ കൊളീഗ്സിനോ കസിൻസിനോ ഫ്രണ്ട്സിനോ ആർക്കാണെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. അവർക്കിതൊരു ഉപകാരമായി മാറട്ടെ. ഇനി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ഇൻഫോർമേറ്റീവ് ടോപ്പിക് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.